ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാം ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സോദരനേവം പറഞ്ഞത് കേട്ടത് ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തിയതാ സുഖം. നിദ്രയെ സേവിച്ചു കൊൽക, നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നേ അറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം, ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാസു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്ന് ഉത്തുംഗ ശൈലരാജാകാരമോട് അലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ളത് ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാൻ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വൻപുള്ള രാക്ഷസനേവനിവൻ പറക, അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. രഘുത്തമൻ ചോദിച്ചളവേ അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ, രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ, എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ, ദേവകുലാന്തകൻ നിദ്രാവസൻ, ഇവനാവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിതങ്ങളെല്ലാം അറിയിച്ച് ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്ന് ഞാൻ ആദരപൂർവം ആവോളമപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തത് കണ്ട് ഞാൻ ഭീതനായി നാലമാത്തന്മാരുമായി പൊന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനുജനെ. പിന്നെ പുറത്ത് തലോടി പറഞ്ഞതു, ധന്യനല്ലോ ഭവാനില്ലേതുമേ, ജീവിച്ചിരിക്ക പലകാലം ഊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും, നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയമി പ്രപഞ്ചം എല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ
എന്നത് കേട്ടേ അഭിവാദ്യവും അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതും മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ട് അതിവിത്രസ്തനായി വീണു മോഹിച്ചിതേ അർക്കജൻ. അപ്പോൾ അവനെ ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരർ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തെ നാരീജനം മഹാപ്രാസാദമേറി നിന്നേ. ആരൂഢമോദം പനിനീരിൽ മുഖ്യ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാസതീർന്നിടുവാനാദരാൽ മർക്കടരാജനതേറ്റുമോകം വെടിഞ്ഞുൾക്കൊള്ള രോഷണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടേ അന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം. ക്രോധവുമേറ്റ് അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുവനുടൽ കർണനാസാവിലത്തൂടെ പുറപ്പെടും. പിന്നെയും വാരി വിഴുങ്ങും അവന്റെ താരക്ഷോവരന് വന്നേരം നിരൂപിച്ച ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താനത് കണ്ട് വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നഗ്നഞ്ചരന്മാര് ഒട്ടുമരിച്ചിതോ. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോ ോടേറ്റമെടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമിതു ഖണ്ഡിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടെ അലറിയടുത്തതോ നഗ്നഞ്ചരാധിപൻ പിന്നെയും നന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പു കൊണ്ടുത്തമപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നഗ്നഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരെ അസ്ത്രമേത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ച് വൃത്രാരിതാനും തെളിഞ്ഞാനത് നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞ് അബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധരകുകയക്ഷഭുജംഗാപ്സരോ വൃന്ദവും കിന്നരചാരണകം പുരുഷന്മാരും വന്നകഥാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ
പുകഴ്ത്തിനാർച്ചിൽ പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനന്ദദാസേവാർദ്ധമമ്പോടവതരിച്ചിടിനാൻ രാമം ദശരഥനന്ദനം ഉൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമം ശ്രീരാമദേവ ദേവേശ ജഗന്നാഥ നാരായണ അഖിലാധാര നമസ്തുതേ വിശ്വസാക്ഷൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മനുഷ്യാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചൽകനാത്മാവായി ശിവനായി നിരീകനായി ചക്ഷോരുന്മീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ സൃഷ്ടിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷപ്രതികാലാഖ്യനായി ഭക്തപ്രിയനം പരമാത്മനെ നമം യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയം സ്വരൂപത്തിനായി കൊണ്ട് നമസ്കാരം ജൽസ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയും ഇല്ലല്ലോ ത്വൽപാദപൽപങ്ങൾ കണ്ട് സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ കോപകാമദ്വേഷമത്സരകാർപ്പണ്യലോ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയും ഇല്ല നിന്മായ ബലവശാൽ ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാവതേ പാതിയും പോയിതോ ഭൂവാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റേനാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനന്തതാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനേരം കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറ കേട്ട് ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹം തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു
പിന്നെ പലതരം ചൊല്ലി വിലപിച്ച് ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു. ത്രിശിരസം ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും ഓരോ ഏവോ മഹോദരനും മഹാപാർശനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിടോ നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടോ. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ, ദുഃഖിപ്പതിനെന്ത് കാരണം? ഞങ്ങൾ ചെന്നൊക്കരിവുകളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായേ ചെയ്തകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്നതും എൻ്റെ ശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട്. അതും കൊണ്ടുപോയിക്കൊള്ളുവിൻ. എല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരും പോയവരും പോർക്ക് പുറപ്പെട്ട് ചെന്നത് കണ്ടുള്ളവേ ഊക്കോടെടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നത് കണ്ടുള്ളവേ അന്തകൻ വീട്ടിലാക്കിയിടാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റ നിശാചരർ കൊല്ലുന്നിദാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ വാരണവാചിരതങ്ങളും കാലാളം ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിരു പലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ ബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി. ബലാൽ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ട് അതിരൂക്ഷതയോട് അടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരികവുമായി വന്നു ദേവേന്ദ്രപുത്രതനോടേറ്റിട്ട് വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസോളഞ്ഞിതു. മൂവരോടും പൊരുതേടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരതു നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശ് തുണച്ചാരത് നേരം. മാരുതി കൊന്നത് ദേവാന്തകനെയും വീരനാ നീലൻ മഹോദരൻ തന്നെയും സൂര്യനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു. പൊരുതാൻ മഹാപാർശനം നേരം കുന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെ എതിർത്ത് അതിസത്വരം. വിശേകവീരൻ അതികായനം നേരം അശ്വങ്ങൾ 1000 പൂട്ടിയ നേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജ്ഞന അധ്യർത്ഥബുദ്ധചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയും ഇട്ടോ. നഗ്നഞ്ചര ശ്രേഷ്ഠപുത്രനെടുത്തപ്പോൾ നെൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ച് മണ്ടിത്തുടങ്ങിനാൻ. സാമർത്ഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കം വിധൗ ദക്ഷണെ പ്രത്യമുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുതേരുമാവതല്ലേന്ദ്ര ഏറ്റമന്തനായി സൗമിത്രി നിൽക്കുന്നത് നേരം. മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാൻ സൗമിത്രിയോടു
ചൊല്ലിടിനാൻ. പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കുഞ്ചുകമുണ്ട്, അതുകൊണ്ടോ പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ട്, അതുകൊണ്ട് ഇവൻ ഏൽക്കയില്ല ആയുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തേ ഇവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്. ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയൻ രാഘവൻ എന്ന് പറഞ്ഞു സമീരണൻ ലക്ഷ്മണൻ നിജപൂർവ്വജന്തൻ പദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ച പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ച് തൽക്ഷണേ കണ്ടം മുറിച്ചാനതോ നേരം. ഭൂമോപതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്ത് കവികുലം രാമാന്തികെ വെച്ച് കൈതൊഴു നേടിന രാമയം പൂണ്ട് ശേഷിച്ച രക്ഷോഗണം രാവണനോടെ അറിയിച്ചാരവസ്ഥകൾ വിധി എന്നലറി ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരറ്റവരെന്തിന് നല്ല ശങ്കര ദൈവമേ ഇത്തം വിലപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതന്, ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്. അത്തലം തീർത്തങ്ങിരുന്ന് അരുളേണമേ. സ്വസ്ഥനായി വാഴുക, ചിന്തയും കൈവിട്ട് യുദ്ധ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ടോ. തനയനെയും പുണർന്നേ എന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ട് താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൽ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംഭാരിജിത്തും നികുംബുല ബുക്കിരെ സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാനിധം. ഭക്തി കൊണ്ട് ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപബുദ്ധനും എത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനു. പ്രസാദത്താലതിശ്രുതൃതം ശസ്ത്രാസ്ത്രജാപരധാദികളോടും അന്തർദാന വിദ്യയും ലബ്ധ്യാനിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടോ പോരിനായാസരൻ പോർക്കളം പൊക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്തേ ആർത്തേ രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാൻ. മേഘജാലം വർഷിക്കുന്ന പോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രകരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരഥികളും അന്തകന്ധൻപുരിയിൽ ചെന്നു പൊക്കവർ കന്തം വരുന്നത് കണ്ടൊരു രാവിണി സന്താപമോടു അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർഗടന്മാരുടെ മേയിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്ന് ദരിദ്ര കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതോ മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തളച്ചിത് ഔവണ്ണം ഏറ്റു. ഗന്ധമാദനന്മേലം 20 നീലനും 30 25 ബാണങ്ങൾ ജാമ്പവാൻമേലം 6 വനസനും 7 വിനീതൻ 6 സുശേഷനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്ക് 6 150 കൂടെ വെന്നേറ്റിതും
10 ശതബലിക്ക് 9 തൂമ്പനും 10 ഓരോ 10 ഒരിട്ടം പ്രമാദിക്കമേറ്റത് 19 മേറ്റത് ശക്തിയേറും വേഗദർശിക്കേ അതുപോലെ 40 കൊണ്ട് ദതിമുഖന്മയിലും 42 ഏകവാക്ഷനും ഏറ്റിതു 3 ഗവേനും 5 ശരവനും 3 ഒരു 4 ഏറ്റു സുമുഖനും ദുർമുഖനേറ്റ് 24 അമ്പേ സമ്മാനമായി 65 താരനോ ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെ 50 അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിത് പൊങ്കനാം സുഗ്രീവനേറ്റു സരസദം ഈ തങ്കവികുലനായകന്മാർ 67 കോടിയും വീണിത് ഭൂതലെ മർക്കടന്മാർ 21 വെള്ളവും അർക്കതനേനം വീണോരനന്തരം 40 അതിന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞു നിൽക്കേ ഋഷ രാഘവന്മാരെയും എയ്തോ വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീരവ്രതണ്ടരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ലോകവും കൗണവാദീശജയത്തിനാലാകണ്ഡലാരിയും ശംഖനാഥം ചെയ്ത് വേഗേന ലങ്കയിൽ പൊക്കിരുന്നിടിനാൻ ലേഖ സമൂഹവും മാഴ്കേ ഗദാശയാം നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്ത് ഞാനെന്നോർത്തോ പോർക്കളം കൈവിട്ട് വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും നന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരതിൽ ആരെന്ന് നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം കൊണ്ട് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാദോജ സംഭവം നന്ദനൻ ജാമ്പവൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്ന് കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായി ഇതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്ക് കേട്ടുള്ളിൽ വിവാദിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായത് ഞാനിടോ സത്യമത്രേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചിതാസരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാൻ ഏറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരിയണം ഇനിയിടോ. ചോദിച്ചിദാസ വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാംഗദാദികൾ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തേ? സമീരണപുത്രനെ മോദിച്ചതെന്തേ? അവനെ കുറിച്ച് ഏറ്റവും എങ്കിലോ
കേൾക്ക നീ. മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല, മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ട മാരുതിയും ബഹുമാനിച്ച് സാദരം ഞാനിതല്ലോ മരിച്ചില്ല എന്നവൻ കൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷപം ചെയ്ത് ജാംബവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചോര് ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവര് ആരുമില്ല നീയേ. പോക വേണം നീ ഹിമവാനെയും കടന്നാകുലമേറ്റ് കൈലാസ ശൈലത്തോളം. കൈലാസ സന്നിധിയെങ്കിൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറികനീ. 4 ദിവ്യദൌഷധങ്ങൾ, അവറ്റിന് 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിസല്യകരണി എന്നടോ പിമ്പോ. സന്താനകരണി 3-മതും നല്ല സുവർണകരണി 4-മതും ചൊല്ലുവൻ ഞാൻ മൃദു സഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2-നും മധ്യ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രവയുണ്ട് 4-നോ വേഗങ്ങളെന്നു വരികനീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുത നിന്നിനാ പോക നീ വൈകാതെ. ഈ തമ്പിതിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാതെടുത്തും മാഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിരിയും കുലപർവ്വതങ്ങളിൽ ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഗീതം കരുത്തോടൽ അലറിനാൻ. വായുവികനാ കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടേ. വൈരഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരഗിരിയും ഈഷഭാദ്രിയും കണ്ട മാരുതി വിസ്മയം വിട്ടേ നോക്കിയിടിനാൻ. മാരുത നന്ദനൻ ഔഷധത്തിനങ്ങു മാരുത വേഗന പോയതറിഞ്ഞൂരു ചാരവരന്മാർ നിശാചരാധീശനോടെ ആരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ. ചാരവാക്യം കേട്ട രാത്രിഞ്ചരാധിപൻ ഭാരം വിചാരം കലർന്ന മരുവിനാൽ ചിന്താവശനായി മുഹൂർത്തമിരുന്നളവേ അന്തർഗ്രഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗ്രഹം പ്രാപിച്ചു. ഉളവേ അതിവിസ്മയം പൂണ്ട് അവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ച് ചോദിച്ചാൻ ആർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണന് കാലനേമിതന്നോട് ചൊല്ലിയിടിനാൻ. ഈ കാലവൈഭവം എന്തുമില്ലാത്തതുമൊക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നോട് ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതി ജീവിച്ചുകൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്ന് വിഘ്നം വരുത്തേണം അതിന് നീ നിന്നോട് ഉപായം ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നോ മാർഗമധ്യേ പൊക്ക് പാപവിനാശമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു. കാലവിളംബനം വല്ല കണക്കിൽ നീ വരുത്തിടണം. താമസ വാക്കുകൾ കേട്ട് നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാ
എന്നുടെ വാക്ക് കേൾക്കണമേ. നിന്നെ കുറിച്ച് മരിപ്പതിന് കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കേ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ച് നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖം ഒഴിഞ്ഞേ എന്തൊരു ബലം ഉള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെ നീ ഒരു ഫലം. എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്തജരാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ച് കാൺകടോ. സീതയെ രാമന് കൊണ്ട് കൊടുത്ത് നീ സോദരനായി കൊണ്ട് രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധിയായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടെ അർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു. ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവ വിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ട് കണ്ടാത്മാനം ആത്മനാസാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാപന ജംഗമജാതികളായ ദേവതിര്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധിരേന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹേ സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായ എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും. സൽഗുരുമന സൽഗുരുമായ എന്നോ പറഞ്ഞിടുന്നു. ഈ കണ്ട ലോകവൃക്ഷത്തിനങ്ങേകതാ സ്വർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ലോഹിതേശ്വര കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായാം. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളോ തന്റെ ഗുണങ്ങളെ കണ്ടു മോഹിപ്പിച്ച് തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്ത് തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാവരനേകൻ അവനോട് യുക്തനായി വന്ന് പുറത്ത് കാണുന്നത് തന്നെ ആത്മാവിനെ താൻ മറക്കുന്നു. തന്നുകം മായാ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപിയായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിർവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തരാം. ദൃഷ്ടാപ്രകൃതി ഗുണങ്ങളോടാശേർപ്പെട്ട് ജീവൻ മുക്തനായി വരും. ദേഹിയും നീയും ഏറ്റവും സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവേ ഇത് ജ്ഞാതാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമാനന്ദമേതും വികല്പമില്ലോർഗനേ. ധ്യാനിപ്പതിന് സമർത്ഥനെങ്കിലോ മാനസേ ഭാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാസ്വബുദ്ധ്യാ നിരന്തരം ഹൃത്പത്മകർണികാമധ്യേ സുവർണ പീഠോൽപലേ രക്തഗുണാഞ്ജനാഞ്ചിതേ നിർമ്മലേ ശുക്ലേ ശ്ലേക്ഷേണേ മൃദുധരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതീ തുല്യ പീതാംബരാധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലിയോരോ രത്നാജിത കുണ്ഡല നോപുരേ ചാരകടകടി സൂത്രകൗസ്തുഭസാരസമാല സാരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസന്രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവകൃതിസ്ഥിതം സർവേശ്വരം പരം സർവവന്യം ശരണാംഗതവത്സലം അദ്യാപരബ്രഹ്മയുദ്ധനെ ധ്യാനിക്കൽ മുഗ്ധനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രങ്ങളും കേട്ട് കൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിക്കും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ അങ്ങനെ ജന്മങ്ങൾ ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ
ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കിലും ഉള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ ദേവം പരിപൂർണമേകും സദാകൃതി ഭാവിത ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം. രാമദേവം ഭജിച്ചിട്ട് നീ സന്തതൻ രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പാൻ ഒരു വെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമിച്ചനാഥാജനെ എന്നെല്ലാം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് കിംബലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിനെ എന്നുടെ സദ്ഗതിക്കുന്നു ധരിക്കനേ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാനദ്യ സമൃദ്ധനായേൻ മടിയാതെ എന്ന് പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നാൻ. മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമമായ വിരചിതം നാനാമുനിജന സേവിതമായിടം ശിഷ്യജനപരിചാരക സംയൂതം ഋഷ്യാശ്രമം കണ്ടു വായുധനയനും ചിന്തിച്ചു നിന്നാൽ. ഇവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രസം വരികയോ കേവലം ഓർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ട പാനീയപാനവം ചെയ്ത് ദാഹം തീർത്തേ കാണാമഹൌഷധം നിൽക്കുമത്യുന്നതൻ ദ്രോണാചലന്റെ പുങ്കവാനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായുധം വിസ്താരമാണ്ട മായാശ്രമം ആശ്രമം. രംഭാവന സാഗർജൂരകരാമാകരാം ആദ്രി സമ്പൂർണമത്തിച്ചതോയ വാപിയുധം കാലനേമിന്ദ്രിയാവാചരനും തത്രശാലയിൽ തൃക്സദസ്യാദികളോടും ഇന്ദ്രിയോഗം ദൃഢമാർ അനുഷ്ഠിച്ചേ ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നഗ്നഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതിനായ മമ നാമം ഭവനജനജ്ഞനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശയ്ക്ക് സാമോദം ഇന്ന് പോകുന്നു. താപോനിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിത് ദാഹം പറഞ്ഞ് തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങോ ജലസ്ഥലം എന്നേ അരുൾ ചെയ്യണം. എങ്ങുമേ പാർക്കരുത് എൻ മനോഗതം. മാരുതി ചെന്നത് കേട്ട് നിശാചരൻ കാരുണ്യപാപം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തിരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്ന് ഉറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭവയും മേലിൽ ഭവിപ്പിതം ദിവ്യദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നതോ സുവ്യക്തമായത് കൊണ്ടോ ചൊല്ലിടുവാൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിന് ഒരുമിച്ച് നിന്നിടിനാർ. ഇന്ദമായിട്ടമാകർണ്യതൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലി അല്ലോ ഭവാൻ. പാരമ്പേ വരുന്നവേ ദാഹമത് കൊണ്ടുപോരാ കമണ്ഡലോ സംസ്ഥിതമാം ജലം വായുധനേനേവം ചൊന്ന നേരത്തുമായ വിരുദ്ധനായ വടുവിനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുത കാലനിമയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്ത പാനീയവും വിദ്വാമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ട വിശ്വാസന മാരുതി ചെന്നാൽ
വച്ച വടുവിനോട് മുതാം കണ്ണുമടച്ചു വാപേതടം പ്രാപിച്ച് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരും പെട്ട നേരത്തെ കണ്ണുമിഴിച്ച് കവിന്ദനും നോക്കി ഞാൻ വക്രം വിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് വിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ച് മേൽപോട്ട് പോയി ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോട് നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോട് ചൊന്നാളത് നേരം നിന്നുടെ കാരുണ്യമുണ്ടാകിയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവരാ മുന്നം ഒരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലിരേ മേ നാമം മഹാമതേ മാന്യനാ നീ ഇനിയൊന്നു ധരിക്കണമത്ര പുണ്യാസർവേ നീ കണ്ട താമസൻ നഗ്നചരൻ കാലനേമി മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസ ദേവഭൂദേവാദി ഹിംസകൻ ദുഷ്ടനെ ശീഘ്രം വധിച്ച് കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ക്രവ്യാദവം സമം ശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാവാനരവീരാകുശലം ഭവിക്കതേ പോയാളീ വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാൻ കാലനേമിതൻ അന്തിക ചെന്നാൽ അവനോട് ചെന്നാൽ ആസൂരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലമിനെ കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവനാശി ഞാൻ ദക്ഷിണയും തന്നെ അഭിവാദ്യവും ചെയ്യുക ദക്ഷിണായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്വാദൃതരം രക്ഷപ്രവരോത്തമാങ്കി കപിവരനൊന്നടിച്ചാൻ അതുകൊണ്ട് അവനെന്തതാ ചെന്നു പൊക്കിയിടിനാൻ ധർമ്മരാജാലയം ക്ഷീരാർണവത്തെയും ദ്രോണാദരത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസണഷവാദ്രിയം കണ്ടിത് ഔഷധം നിന്നുമേ കണ്ടതും ഇല്ലല്ലോ കാണാഞ്ഞു കോപിച്ച പർവ്വതത്തെ പറിച്ച് ഏണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നമ്പോട് രാഘവൻ മുമ്പിൽ വെച്ച് ഇണ്ടൽ നിർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേ ഏറ്റവും ഔഷധത്തിൻ കാറ്റ് തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെ ആക്കണം ഇന്ന് തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായെങ്കിൽ എങ്ങനെ രാത്രി ജനബലം കൊല്ലുന്നതെന്നേ അരുൾ ചെയ്തോരനന്തരം കുന്നുവെടുത്ത് ഉയർന്നാൻ കവിപുങ്കവൻ വന്നാനര നിമിഷം കൊണ്ട് പിന്നെയും നിദ്യമരിച്ച നിശാചരന്മാരുടൽ നഗ്നന്തരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാൻ എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.